أعوذ بالله من الشيطان الرجيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ശ്രോതാക്കളെ, ഇസ്തിആദ ശരിയാവണ്ണം പാരായണം ചെയ്യാനാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇസ്തിആദ എന്ന് വച്ചാൽ പാരായണത്തിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഈ വാക്യം ചൊല്ലുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിൻ്റെ ചുരുക്കമാണ് ഇസ്തിആദ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഖുർആൻ പാരായണത്തിന് മുമ്പ് ഇസ്തിആദ ചൊല്ലുന്നത്, അഊദു ചൊല്ലുന്നത് സുന്നത്താണ്. ഇതാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ചില പണ്ഡിതന്മാർ പറഞ്ഞു അത് നിർബന്ധമാണെന്ന്. എന്നാൽ പ്രബലമായ വീക്ഷണം ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും വീക്ഷണമാണ്. ഇനി എങ്ങനെയാണ് ഈ വാക്യം പാരായണം ചെയ്യുക എന്ന് നോക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇവിടെ ചില അക്ഷരങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായി അഊദു എന്ന വാക്കിൽ ഐന് ശരിക്കും ഉച്ചരിക്കേണ്ടതാണ്. തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നാണ് ഐൻ എന്ന അക്ഷരം പുറപ്പെടുന്നത്. അറബി ഭാഷയിൽ മാത്രമുള്ള ഒരു അക്ഷരമാണ് ഐൻ. അത് തൊണ്ടയുടെ മധ്യഭാഗത്തിൽ നിന്നാണ് പുറപ്പെടുന്നത്. അഊദു, അഊദു. ആദ്യത്തെ അക്ഷരം ഹംസാണ്, അ. ശേഷം ഐനാണ്, അഊദു. അപ്പോൾ ഒന്നാമതായി ഐൻ എന്ന അക്ഷരം നാം ശ്രദ്ധിക്കുക. രണ്ടാമതായി ദാൽ എന്ന അക്ഷരം ശ്രദ്ധിക്കുക. പലപ്പോഴും പലരും ദാലിനെ ദാൽ ആക്കി ഉച്ചരിക്കാറുണ്ട്, അഊദു എന്ന് പറയാറുണ്ട്. തെറ്റാണ്. അപ്പോൾ അർത്ഥം മാറും. അഊദു എന്ന് പറഞ്ഞാൽ ഞാൻ മടങ്ങുന്നു, ഞാൻ രോഗിയെ സന്ദർശിക്കുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ അഊദു ശരിയായ പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അഭയം തേടുന്നു, ശരണം തേടുന്നു എന്നാണ്. അതേപോലെ ചിലർ അഊസു എന്നും പറയാറുണ്ട്. സെഡ് എന്ന അക്ഷരത്തിൻ്റെ സ്വരത്തിൽ പാരായണം ചെയ്യാറുണ്ട്, അഊസു. അത് തെറ്റാണ്. അതിൻ്റെ അർത്ഥവും വേറെയായി മാറും. ഖുർആനിൽ ഒരു അക്ഷരം ഉച്ചരിക്കുമ്പോൾ നാം അബദ്ധം വരുത്തി കഴിഞ്ഞാൽ പലപ്പോഴും അതിൻ്റെ അർത്ഥം മാറും. അർത്ഥം മാറിക്കഴിഞ്ഞാൽ ആ പാരായണത്തിൻ്റെ ഫലം നഷ്ടപ്പെടും എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ അഊസു എന്ന വാക്കിൻ്റെ അർത്ഥം ദാലിനെ സ ആക്കി ഉച്ചരിക്കുമ്പോൾ അർത്ഥം മാറി. അതിൻ്റെ അർത്ഥം എനിക്ക് ആവശ്യമുണ്ടായി എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കാര്യം എനിക്ക് ആവശ്യമുണ്ടായി, ആവശ്യപ്പെട്ടു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ശരണം തേടി, അഭയം തേടി എന്ന അർത്ഥത്തിൽ നിന്ന് വഴിതെറ്റി. അപ്പോൾ ശരിയായ ഉച്ചാരണം ഒന്നും കൂടിയും പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നീട് ശ്രദ്ധിക്കേണ്ടത് ഷീനാണ്. ഷീന് പുറപ്പെടുന്നത് നാവിൻ്റെ മധ്യഭാഗവും മേലെണ്ണാക്കും ചേർന്നുകൊണ്ടാണ്. പലപ്പോഴും പലരും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ മലയാളത്തിലുള്ള ഷ എന്ന അക്ഷരത്തിൻ്റെ സ്വരം അനുസരിച്ചാണ് വായിക്കാറുള്ളത്. അത് ശരിയല്ല. ഏറ്റവും അടുപ്പം ഉള്ളത് ഭാഷ എന്ന വാക്കിൻ്റെ ഷ എന്ന അക്ഷരത്തോടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അവസാനമായി ത എന്ന വാക്കാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മിനശ് ശൈത്താനി, ത, നമ്മുടെ തല എന്ന വാക്കിലുള്ള ത കൊണ്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ആ വാക്ക് ശരിയാകുകയില്ല. അവിടെ ത എന്ന അക്ഷരമാണ് കനപ്പിക്കേണ്ട ഒരു അക്ഷരമാണ്. അത് അറബി ഭാഷയിൽ മാത്രമുള്ള ഒരു അക്ഷരമാണ്. അതുകൊണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ്.
അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. കാര്യം വ്യക്തമായി എന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി ഖാതിമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ചെറു പ്രായത്തിൽ തന്നെ പഠിച്ചു മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് പാരായണം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഇസ്തിആദ ചൊല്ലേണ്ട ആവശ്യമുണ്ട് എന്ന കാര്യം. ഈ വിഷയം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ശീലിച്ചതാണ്. പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് മുമ്പ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ പറയാറുണ്ട്. അതിനാണ് സാങ്കേതികമായി ഇസ്തിആദ എന്ന് പണ്ഡിതന്മാർ പറയാറുള്ളത്. ഈ ഇസ്തിആദയുടെ അർത്ഥമെന്താണ് എന്ന് ആദ്യം നമുക്ക് പഠിക്കാം. അഊദു, ഞാൻ ശരണം തേടുന്നു, ബില്ലാഹി, അല്ലാഹുവോട്, മിനശ് ശൈത്വാനി, ശൈത്താനിൽ നിന്നും, അർ റജീം, ശപിക്കപ്പെട്ട. അതായത് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശൈത്വാന്റെ ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവിനോട് ശരണം തേടലാണ് ഈ ഇസ്തിആദ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന്, അതുപോലെ തന്നെ ആട്ടപ്പെട്ട അഥവാ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് ശരണം തേടുന്നു എന്ന ഈ ഇസ്തിആദ നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന് മുമ്പ്, ഏത് ഒരു ഖുർആനിക സൂക്തത്തിലേക്ക് കടക്കുന്നതിന് മുമ്പും നമ്മൾ ഇത് ചെല്ലേണ്ടതുണ്ട്. ഇത് നമ്മൾ അനുവർത്തിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തുകളുടെ വിശദീകരണങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഈ ഇസ്തിആദയെ കുറിച്ച് നമ്മൾ അതിന്റെ പ്രധാനപ്പെട്ട വശങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ശൈത്താനിൽ നിന്നാണ് നമ്മൾ അല്ലാഹുവോട് രക്ഷ തേടുന്നത്. ശൈത്താൻ എന്ന പേര് തന്നെ അകലുക, ദൂരെയാകുക എന്നൊക്കെ അർത്ഥം വരുന്ന ശത്വന എന്ന വാക്കിൽ നിന്നാണ് എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അകലുക, ദൂരെയാകുക എന്നൊക്കെ അർത്ഥം വരുന്ന ആ പിശാചിൽ നിന്ന് തീർച്ചയായും നമ്മൾ അകന്നു നിൽക്കേണ്ടതുണ്ട്, നമ്മൾ ദൂരെ നിൽക്കേണ്ടതുണ്ട്. അത് അല്ലാഹുവിന്റെ തൗഫീഖോട് കൂടി മാത്രമാണ് നമുക്ക് അതിന് കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അല്ലാഹുവോട് പിശാചിന്റെ ഷർറിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ട് അല്ലാഹുവോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ എന്തിന് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രാർത്ഥന അല്ലാഹുവോട് തേടണം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ആജീവാനന്ദ ശത്രുവാണ് പിശാച്. മനുഷ്യന്റെ നന്മയിൽ ഏറ്റവും കൂടുതൽ അസൂയ ഉള്ള, അതുപോലെ തന്നെ മനുഷ്യന്റെ നന്മയിൽ ഒരു വഴിമുടക്കിയായിക്കൊണ്ട് എല്ലാ സമയവും പണിയെടുക്കുന്നവനാണ് ഈ പിശാച്. അതുകൊണ്ടാണ് പിശാചിൽ നിന്നുണ്ടാകുന്ന എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മൾ അല്ലാഹുവോട് രക്ഷ തേടുന്നത്. എന്നാൽ നമുക്കറിയാം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യവർഗത്തിൽ തന്നെ പലതരം ശത്രുക്കളുണ്ട്. ആ ശത്രുക്കളിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയും നാം അല്ലാഹുവോട് പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ മനുഷ്യ ശത്രുക്കളിൽ നിന്ന് നേരിടുന്ന ഉപദ്രവങ്ങളും ആ ഉപദ്രവങ്ങൾ നേരിടുമ്പോൾ അതിനുള്ള നിവാരണങ്ങളും കുറെയെല്ലാം നമുക്ക് ഊഹിക്കാവുന്നതും മനസ്സിലാക്കാൻ കഴിയുന്നതുമാണ്. എന്നാൽ പിശാചിന്റെ കാര്യം അങ്ങനെയല്ല. പിശാചിനെ കുറിച്ച് നമുക്ക് അവനെ കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ജീവി ആയതുകൊണ്ട് തന്നെ ആ പിശാചിന്റെ പ്രവർത്തനങ്ങൾ, ആ പിശാചിന്റെ ഉപദ്രവങ്ങൾ അതൊക്കെ നമ്മുടെ ബാഹ്യേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്തുവാൻ വേണ്ടിയിട്ട്, നമ്മളുടെ ബുദ്ധി കൊണ്ട് തിട്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അത് സാധ്യമല്ലാത്ത ഒരു കാര്യമാണ്. കാരണം പിശാച് നമ്മെ സംബന്ധിച്ചിടത്തോളം അവനെ നമുക്ക് നമ്മളുടെ നേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പിശാച് കഴിയുന്ന എല്ലാ അടവുകളും മനുഷ്യരെ വഴിപിഴപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുമെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുത്തവനാ ഈ പിശാച്.
അതുകൊണ്ട് ഈ പിശാച് പറയുന്ന ഭാഗം നമുക്ക് കാണാം സൂറത്ത് അഹ്റാഫിലെ 16-ാമത്തെ ആയത്ത്. അള്ളാഹുവോട് ഈ ശൈത്താൻ പറയുകയാണ്, നിന്റെ നേരായ പാതയിൽ സിറാത്തുൽ മുസ്തഖീമിലുള്ള മനുഷ്യരെ മുഴുവൻ ആ സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിക്കുന്നത് തടയുവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുമെന്നാണ് പിശാച് അള്ളാഹുവോട് പറഞ്ഞത്. അതെങ്ങനെ? അവരുടെ മുമ്പിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗത്തും അവരുടെ ഇടതുഭാഗത്തും അങ്ങനെ മുഴുവൻ സ്ഥലങ്ങളിലൂടെയും പ്രവേശിച്ചുകൊണ്ട് സിറാത്തുൽ മുസ്തഖീമിലേക്ക് നേരായ മാർഗത്തിലേക്ക് പോകുന്ന ആളുകളെ തടയുവാൻ വേണ്ടിയിട്ട് പിശാച് പണിയെടുക്കുമെന്നാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എന്നിട്ട് ശൈത്താൻ പറയാ, അവരിൽ നന്ദിയുള്ളവരായിട്ട് ആരെയും നിനക്ക് കാണാൻ സാധിക്കില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പിശാച് പറഞ്ഞത് സൂറത്തെ അഹ്റാഫില് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ഈ മനുഷ്യരെ വഴിപിഴപ്പിക്കുക എന്നുള്ള പിശാചിന്റെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ അത് മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ പ്രാരംഭഘട്ടം മുതൽ തുടങ്ങിയതാണ്. ഈ രൂപത്തിലുള്ള മനുഷ്യനുമായുള്ള പിശാചിന്റെ ശത്രുത എന്ന് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് അന്ത്യനാൾ വരെ തുടരുകയും ചെയ്യുമെന്നാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മുടെയൊക്കെ പിതാവായ ആദം നബി അലൈഹിസ്സലാമയിൽ നിന്ന് തുടങ്ങി അദ്ദേഹത്തിന്റെ സന്താന പരമ്പരയിലൂടെ ഇന്നും തുടരുന്ന ശത്രുതയാണ് പിശാച് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പിശാചിനെയും അവന്റെ അടങ്ങാത്ത പകയെയും പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിലായിട്ട് പരന്നു കിടക്കുന്നുണ്ട്. അവന്റെ ചതികളെയും കുതന്ത്രങ്ങളെയും കരുതിയിരിക്കണമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല നിരവധി തവണ മനുഷ്യരെ ഉപദേശിച്ചിട്ടുള്ളത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അശ്ശൈത്താന ലക്കും അദുവ്, തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാണ്. എങ്ങനെ? അശ്ശൈത്വാന ലക്കും അദുവ്, തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാകുന്നു. ഫത്തഖിദൂഹു അദുവ്വ, അതിനാൽ അവനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണമെന്ന്. ഒന്ന് നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവാ നമ്മളോട് പറയുന്നത്, പിശാച് നിന്റെ ശത്രുവാണ്, അതുകൊണ്ട് തന്നെ ആ പിശാചിനെ നീ ശത്രുവായി തന്നെ കാണണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? ഇന്നമാ യദ്ഹു ഹിസ്ബഹു ലിയകൂനു മിൻ അസ്ഹാബിസ് സഈർ, അവൻ തന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് നരകത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫാത്തിറിലെ 6-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നത് കാണാൻ കഴിയും. ആരാ സഹോദരങ്ങളെ ഈ പറയുന്നത്? അള്ളാഹുവാ പറയുന്നത്. പിശാചിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നത്, തീർച്ചയായും പിശാച് നിങ്ങളുടെ ശത്രുവാണ്, അവനെ നിങ്ങൾ ശത്രുവായി തന്നെ കാണണം കേട്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാ. എന്നിട്ട് ആ പിശാചിന്റെ പക്ഷക്കാരെ ക്ഷണിക്കുന്നത് നരകത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിലായിരിക്കുവാൻ വേണ്ടി മാത്രമാണ് എന്ന് പറയുമ്പോൾ ആരാണ് പിശാച് എന്നും എന്തൊക്കെയാണ് ആ പിശാചിന്റെ ശൈലി എന്നും അവൻ ഒരുക്കുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയാണ് എന്നും അവൻ മനുഷ്യനെ സന്ദേഹങ്ങളിൽ അകപ്പെടുത്തുന്നത് ഏത് രൂപത്തിലാണ് എന്നൊക്കെ, ഇതൊക്കെ സഹോദരങ്ങളെ ഇത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. പക്ഷെ പഠിക്കാനുള്ള മാർഗം എന്താണ്? പഠിക്കാനുള്ള മാർഗം അത് പരിശുദ്ധ ഖുർആനും അതുപോലെ തന്നെ സ്വഹീഹായ ഹദീസുകൾ മാത്രമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ വേണ്ടിയിട്ട് കഴിയും. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ ഖുർആനിന്റെ ഓരോ ആയത്തുകളിലൂടെയും പോകുമ്പോൾ അതാത് സന്ദർഭങ്ങളിൽ നമുക്കതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഏതായാലും പിശാചിന്റെ എല്ലാവിധ ദുഷ്പ്രേരണയെക്കുറിച്ചും അള്ളാഹുവിന് കൃത്യമായിട്ട് അറിയാമെന്ന് നമ്മൾ സൂചിപ്പിച്ചില്ലേ? അതുകൊണ്ട് തന്നെ അള്ളാഹു ആ പിശാചിന്റെ പ്രേരണ എത്രമാത്രം നമ്മളിൽ വശംവദരാകുമെന്നുള്ളതിനെ കുറിച്ച് അള്ളാഹുവിന് അറിയുന്നത് കൊണ്ടാ അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നഹ്ലിലെ 98-ാമത്തെ ആയത്തിലൂടെ ഗൗരവമായ ഒരു കാര്യം നമ്മളോട് പറയുന്നത്. പരിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ ആ കാര്യം എന്താണെന്നോ, ഫൈദാ ഖറഅതൽ ഖുർആന ഫസ്തഇദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നീ ഖുർആൻ പാരായണം ചെയ്യുകയാണ് എങ്കിൽ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് ശരണം തേടിക്കൊള്ളുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയാ പറയുന്നത്. അപ്പോ പരിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അത് ഓതുവാൻ വേണ്ടിയിട്ട് തയ്യാറായി കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണമെന്ന് അള്ളാഹു പറയുന്നത്? ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് ശരണം തേടിക്കൊള്ളുവാൻ വേണ്ടിയിട്ടാ പറയുന്നത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ അതിന്റെ മുന്നോടിയായിക്കൊണ്ട് തുടക്കമെന്നോണം ആ ശപിക്കപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവോട് ശരണം തേടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം.
ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധ ഖുർആൻ പാരായണത്തിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇസ്തിആദ ചൊല്ലുന്നത് എന്ന വിഷയത്തിൽ എന്തില്ല, ആ വിഷയം ആ തർക്കമുണ്ടാകുവാൻ പാടുള്ളതല്ല എന്നർത്ഥം. ഇവിടെ ഈ പരിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തുകൾ ഓതുമ്പോൾ നമ്മൾ അത് നിർബന്ധമാണോ വാജിബാണോ അതല്ല സുന്നത്തായ ഒരു കാര്യമാണോ എന്നുള്ള വിഷയത്തിൽ ജുംഹൂറുൽ ഉലമാഇന്റെയും അഭിപ്രായം, അതായത് ഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഈ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് കാണാം. ഖുർആൻ പാരായണത്തിന് മുമ്പ് ഇസ്തിആദ ചൊല്ലേണ്ടത് സുന്നത്താണ് എന്നാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ പാരായണത്തിന് മുമ്പ് ആരെങ്കിലും അഊദ് ചൊല്ലിയിട്ടില്ല എങ്കിൽ അവന് എന്ത് ചെയ്യാൻ പാടില്ല, അവന് പിഴവ് പറ്റിയിരിക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിക്കുവാൻ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഭൂരിഭാഗം പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നത് അത് ആ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ആ കൽപ്പന അത് സുന്നത്തായ രൂപത്തിലാണ് പണ്ഡിതന്മാര്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാര് വിശദീകരിച്ചു തരുന്നത്. അത് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഖുർആൻ പാരായണത്തിന് മുമ്പ് നമ്മൾ ചൊല്ലുന്ന ഈ ഇസ്തിആദയുണ്ടല്ലോ, അത് ഖുർആനിന്റെ സൂക്തമല്ല എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാ ഉള്ള വിഷയമാണ്. അതായത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഴുവൻ പണ്ഡിതന്മാരും ഏകോപിച്ച് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്ത്? ഈ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്ന ആ ഒരു ഭാഗം എന്തല്ല, അത് ഖുർആനിന്റെ ആയത്ത് അല്ല എന്നുള്ളത് പണ്ഡിതന്മാർ ഏകോപിച്ച് അഭിപ്രായപ്പെട്ടത് കാണാൻ കഴിയും. ഒരു മുസ്ലിമിന് പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷയുണ്ടാകാൻ വേണ്ടി പലപ്പോഴും ചൊല്ലിക്കൊണ്ടേയിരിക്കുന്ന ഒരു വചനമാണ് വാസ്തവത്തിൽ എന്ത്? ഈ ഇസ്തിആദ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഈ ഇസ്തിആദയുണ്ടല്ലോ, അത് ഒരു മുസ്ലിമിന് പിശാചിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷയുണ്ടാകുവാൻ വേണ്ടിയിട്ട് എല്ലാ സമയവും നമുക്ക് ചൊല്ലുവാൻ വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഒരു ദുആയാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ സഹോദരങ്ങളെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിൽ വെച്ച് രണ്ടാളുകൾ തമ്മിൽ ചീത്ത പറയുക പരസ്പരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള ഒരു സദസ്സിൽ രണ്ടാളുകൾ തമ്മിൽ വഴക്കടിക്കുകയാണ്. അങ്ങനെ കോപം കാരണം ഒരാളുടെ മുഖം ചുവക്കുകയാണ്. ചുമന്നു നിൽക്കുന്ന ആ കോപമുള്ള വ്യക്തിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുക, എനിക്കൊരു വാക്കറിയാം, അത് അവർ പറഞ്ഞിരുന്നുവെങ്കിൽ അവനിൽ കാണുന്ന ആ കോപം അവനെ വിട്ടു പോയേക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ട്, അതെന്താണ് ആ വാക്യം? അത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഈ ഇസ്തിആദ നമ്മൾ ചൊല്ലേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ട്? ഖുർആൻ പാരായണം എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ ഒരുപാട് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ്, നന്മയിലേക്ക് ധൃതിപ്പെടുന്ന ഒരു പ്രവർത്തനമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ ആ നന്മയിൽ നിന്ന് നമ്മളെ മാറ്റുവാൻ വേണ്ടിയിട്ട് പിശാച് പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ആ പിശാചിന്റെ ഷർറിൽ നിന്ന് രക്ഷ ചോദിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പരിശുദ്ധ ഖുർആൻ ഓതുവാൻ വേണ്ടിയിട്ട് തുടങ്ങേണ്ടത് എന്നർത്ഥം. ഖുർആനിലും ഹദീസിലുമൊക്കെ ഈ വിഷയമായി വന്ന കാര്യങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു എന്ത്? ഫാത്തിഹ ഓതൽ നിർബന്ധമാണ് എന്ന്. എന്നാൽ ഭൂരിഭാഗം പണ്ഡിതന്മാരും അത് നിർബന്ധമല്ല, ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ് എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരാൾ ഫാത്തിഹ ഓതിയിട്ടില്ല എങ്കിൽ അയാൾ കുറ്റക്കാരനാണ് എന്ന് പറയുവാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇക്കാര്യം രേഖീകരിച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഒരിക്കലും തന്നെ ഒരു പ്രബലമായ സുന്നത്ത് അത് നമ്മൾ ഒഴിവാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് സഹോദരങ്ങളെ. ഒരിക്കലും തന്നെ ഒരു സുന്നത്തല്ലേ എന്നുള്ള രൂപത്തിൽ അത് ഒഴിവാക്കുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാകുവാൻ പാടുള്ളതല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് എവിടെ നിന്നായാലും അവിടെ ഇസ്തിആദ ചൊല്ലാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി സഹോദരങ്ങളെ, ഇനി നമ്മൾ ഖുർആൻ പാരായണം നമ്മൾ നമസ്കാരത്തിലാകുമ്പോഴോ അവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് ചൊല്ലേണ്ടത്? നമസ്കാരത്തിലാകുമ്പോൾ നമ്മൾ ഈ ഇസ്തിആദ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് നമ്മൾ പതുക്കെയാണ് ചൊല്ലേണ്ടത്. നമ്മൾ ചൊല്ലുമ്പോൾ ഫാത്തിഹ തുടങ്ങുന്നതിന് മുമ്പ് പതുക്കെയാണ് നമ്മൾ ഈ ഇസ്തിആദ ചൊല്ലേണ്ടത് എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി എങ്ങനെയാണ് ഈ ഇസ്തിആദ ചൊല്ലേണ്ടത് എന്നുള്ളത്, അത് തജ്വീദിന്റെ നിയമമൊക്കെ നമ്മൾ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് ചൊല്ലേണ്ടത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഇൻഷാ
ഇൻഷാ അള്ളാ ഞാൻ തുടക്കത്തിൽ ആമുഖമായിക്കൊണ്ടുള്ള എടുത്ത ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ ഇൻഷാ അള്ളാ ഈ വിഷയം നമ്മൾ പണ്ഡിതന്മാരിൽ നിന്നാണ് കേൾക്കേണ്ടത്, നല്ല തജ്വീദിന്റെ പണ്ഡിതന്മാർ. ഇൻഷാ അള്ളാ നമ്മളുടെ ഖുർആൻ ലേണിംഗ് ക്ലാസ്സിൽ ഈ രൂപത്തിൽ തജ്വീദ് നമുക്ക് അല്പാൽപമായി പഠിപ്പിക്കുന്നതിനു വേണ്ടി മദീനയിലെ ത്വയ്ബ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രൊഫസർ ഷേഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ല, അദ്ദേഹം നമുക്ക് എങ്ങനെയാണ് ഇസ്തിയാദ ചൊല്ലേണ്ടത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മളുടെ ക്ലാസ് റൂമിന് വേണ്ടി അദ്ദേഹം നമുക്ക് അയച്ചു തന്ന ഒരു ക്ലിപ്പുണ്ട്. ഇൻഷാ അള്ളാ എന്റെ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ്. തുടർന്ന് ഞാൻ ആ ക്ലിപ്പ് ഇവിടെ പോസ്റ്റ് ചെയ്യും. അത് എല്ലാ സഹോദരങ്ങളും അത് കേൾക്കുകയും അതിലെ വാക്കുകൾ എന്താണ് എന്നും എവിടെ നിന്നാണ് അത് ഉരുവിടുന്നത്, എവിടെ നിന്നാണ് അതിന്റെ തുടക്കം, മഖ്റജ്, അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ ശീലിക്കുക. ഓരോ ആയത്തുകളും ഇൻഷാ അള്ളാ ഈ രൂപത്തിൽ നമ്മൾ ഇവിടെ ഇടുന്നതാണ്. അത് നമ്മൾ ഒരു ആയത്തേ ഉള്ളൂ, വളരെ കുറച്ചാണ് നമുക്ക് പഠിക്കാനുള്ളൂ. അതുകൊണ്ട് അത് ആവർത്തിച്ച് കേട്ടുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് ഇൻഷാ അള്ളാ ഞാനും നിങ്ങളും നമ്മുടെ തജ്വീദ് ശരിയാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, എന്റെ സംസാരത്തിൽ 13ാമത്തെ മിനിറ്റിൽ സൂറത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗമുണ്ട്. അതായത് ഇസ്തിയാദ ചെല്ലുന്നതിനെ കുറിച്ച് നമസ്കാരത്തിൽ നമ്മൾ സൂറത്ത് ഫാത്തിഹ ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുന്നത് അത് പ്രബലമായ സുന്നത്താണ് എന്ന വിഷയം പറയേണ്ട സ്ഥലത്ത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന ഇസ്തിയാദക്ക് പകരം ഞാൻ സൂറത്ത് ഫാത്തിഹ എന്നാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അത് നിങ്ങൾ തിരുത്തി മനസ്സിലാക്കണം എന്ന് ഉണർത്തുകയാണ്. എന്നിൽ നിന്നും വന്ന ഒരു പിഴവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാകട്ടെ. അത് ശരിയായി മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.